Good morning, sir. Yes, good morning, Ashwini. Morning, sir. Okay, good morning, Krishnendu. Okay, Gina. Karamjalo, let us start. Good morning, sir. Okay, Joshni. Let us start. Karamjalo. Garan react here. Yes, sir. Okay. Ashwini, okay, Najila. Parvati, okay. Yes, okay. നിങ്ങളൊരു ഗ്രീൻ സിഗ്നൽ തന്നാലാണ് ഞാൻ ആരംഭിക്കുക. ഞാൻ റെഡിയാണ്. ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട്. ഓക്കെ. പിന്നെ 1-2 മിനിറ്റ് ഞാനെങ്കിലും ഓടിപ്പടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ. യെസ്. ഓക്കെ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നൗൺ ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ പറയുന്നത് അടുത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇത് യൂണിറ്റ് നമ്പർ 6 ആണ്. 6-ല് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസസ്. യെസ്, യൂണിറ്റ് നമ്പർ 6, adjectives, adjective phrases and adjective clauses. അതിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. യൂണിറ്റ് നമ്പർ 6, adjectives and adjective. ഓക്കെ കൃഷ്ണേന്ദു. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. എന്താണ് ഒരു അഡ്ജക്റ്റീവ് എന്ന് നമുക്കറിയാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിന്, ഒരു പേരിന്, അത് വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, ഒരു സംഗതിയുടെ പേരാവാം, അല്ലെങ്കിൽ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് വേണമെങ്കിലും ആവാം. അതിനെ വിശേഷിപ്പിച്ച് പറയുന്ന വാക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, അഡ്ജക്റ്റീവ് എന്ന് പറയും. അഡ്ജക്റ്റീവ് നമുക്കറിയാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് പാർവതി ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയും. പാർവതി എന്താണ്, നല്ലൊരു കുട്ടിയാണ്. പാർവതി ഒരു പേരാണ്. ഈസ് ആകുന്നു, അത് വെർബാണ്. ഗേൾ അതും ഒരു പേരാണ്, പെൺകുട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുഡ് കിടപ്പുണ്ട്, ഗുഡ് ഗേൾ. അപ്പൊ ആ ഗുഡ് എന്ന് പറയുന്നത് പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഗുഡ് എന്താണ്, അഡ്ജക്റ്റീവാണ്. ഒരു വ്യക്തിയെ, ഒരു പേരിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാമവിശേഷം എന്ന് പറയുന്നത് തന്നെയാണ് ഇംഗ്ലീഷ് അഡ്ജക്റ്റീവായി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ്. അഡ്ജക്റ്റീവ് ഫ്രേസസ്.
അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഫ്രേസസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ഫ്രേസസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒന്നിൽ കൂടുതൽ വാക്കുകൾ, ഒരു വേർഡല്ല ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും. അതെല്ലാം അഡ്ജക്റ്റീവിനെ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന വാക്കുകളായിരിക്കും. അഡ്ജക്റ്റീവ് പോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന വാക്കുകളായിരിക്കും. ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരും, എല്ലാം അഡ്ജക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു സംഗതിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നു ഒന്നിലധികം വാക്കുകൾ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് നമ്മളതിനെ പറയും. യെസ്, നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ നോക്കാം. ഉദാഹരണം പറയുന്നു. ആരാണ്? ദീപ ഉണ്ണി. എന്തോ? ഓ, വെരി ഗുഡ് വെരി ഗുഡ്. എന്താ പറയാ റെസ്പോണ്ട് നോക്കി. വെരി ഗുഡ്. വെറുതെ വിളിച്ചാണ് ദീപ ഉണ്ണി എന്ന് കണ്ടപ്പോ ഞാൻ വിളിച്ചത്. ഹൗ ആർ യു ദീപ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വാട്ട് ഡിഡ് യു eat for the breakfast? Chapati and egg. Egg, yes. Which is your favorite breakfast? Appam. Appam and vegetable stew. Okay. Very good. Which color do you like most? Lavender color. Oh, yes. Why did you like that color very much? ഒരു ഭയങ്കര ഗ്രേസ്, അത് എന്താ പറയാ, ഒരു very good. Okay. Who is your favorite friend or the best friend? Sindhu is from this class or outside this class? neighbor ആണ്. Okay. Very good. What is the speciality that you see in Sindhu? സിന്ധു ആയിട്ടുള്ള ആ ഒരു ഇതാണ് ചോദിച്ചേ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാ മതിയോ? അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഏത് പൊട്ടത്തരം അവളത് അംഗീകരിക്കും, എന്റെ പൊട്ടത്തരം ഞാനും അംഗീകരിക്കും. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ ഓടി വന്ന് നീ കരയണ്ട, അങ്ങനെയാ ഇങ്ങനെയാ, അത് പോട്ടെ, അങ്ങനെയൊന്നും അല്ല, ഒന്ന് പോടി നീ എന്നത്ര ഇരുന്നീ കരയടേ, നിനക്ക് എന്നാ, അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് അവളുടെ അടുത്തുനിന്ന് കിട്ടുന്നത്. ഒരു സംഭവം അങ്ങനെ. പിന്നെ ഞങ്ങള് കൂടിയാണ് ഇപ്പൊ തൊട്ടടുത്ത ഒരു കയ്യകലേ ഉള്ളൂ ഞങ്ങളുടെ വീട്. അപ്പൊ അന്ന് തൊട്ടേ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് എല്ലാത്തിലും, നല്ലതാണേലും ചീത്തയാണേലും എല്ലാത്തിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള പരിപാടിയാണ്. ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ പുറത്തു പോയാൽ ഒരുമിച്ചാണ്, ഒരു മൂവിക്ക് പോയാൽ അങ്ങനെയാണ്, പുഴയ്ക്ക് പോവുകയാണെങ്കിൽ അത് ഒന്നിച്ചാണ്, എല്ലാം ഒന്നിച്ചാണ്. ഒരു ഡ്രസ്സ് വരെ ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോ അത് നോക്കിയാണ് ചെയ്യാറ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും ഷെയർ ചെയ്യാനും പറ്റിയ ഒരാളാണ്. അതെ. ഞാൻ പണ്ട് ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ 3 അധ്യാപകരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് പണ്ട്. അപ്പോ അവിടുത്തെ പ്രിൻസിപ്പല് ഓരോരുത്തരെ കുറിച്ച് എന്നോട്, പിന്നീട് അധ്യാപകരെ കുറിച്ച് എന്നോട് പറയും. അത് കഴിയുമ്പോ പുള്ളി പറയുന്നൊരു വാചകമുണ്ട്: നാളെ നമ്മൾ തമ്മിൽ വഴക്കിട്ടാലും ഞാൻ ഈ പറഞ്ഞതൊന്നും വിളിച്ചു പറയുന്നത്. അത് പുള്ളി എന്നോട് അതെനിക്ക് വളരെ വലിയൊരു പാഠമായിരുന്നു. പുള്ളി പറഞ്ഞത് നാളെ ഒരു പക്ഷെ ഇപ്പൊ നമ്മൾ സ്നേഹമുള്ളൂ, നാളെ നമ്മൾ തമ്മിൽ വഴക്കിടാം നമ്മൾ തമ്മിൽ. അപ്പോ ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു പറയില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടും വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി. ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ശത്രുവാകും മിത്രമാകും നമ്മളെല്ലാം പറയും. പക്ഷെ ആ പറയുന്ന കാര്യം പിന്നീട് നമുക്ക് ദേഷ്യം തന്നെ വിളിച്ചു പറയും. അതെപ്പോഴും ജീവിതത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ ഞാൻ വെറുതെ വിളിച്ചത്, അത് മനോഹരമായ കണ്ണുകളാണ് ദീപയുടെ എന്ന് ഞാൻ പറയുന്നത്. ഞാനിത് ഭാവനയെ കാണുകയാണ്, പൂച്ച കണ്ണാണ് എഴുതി.
അപ്പൊ അല്ലെങ്കിൽ ഒരു നീല കണ്ണാടിയായിരിക്കും. അപ്പൊ നമുക്ക് ദീപയുടെ കണ്ണുകൾ ഉദ്ദേശിച്ച് പറയുന്നത് ഐസ് ആർ ബ്യൂട്ടിഫുൾ. ഐസ്, കണ്ണുകൾ വളരെ എന്താണ്, മനോഹരമാണ്. ആ കണ്ണുകൾ എന്നുള്ളതിന് തൊട്ടു മുന്നിൽ ഞാനൊരു വാക്കുകൂടി ചേർക്കുന്നത് ബ്ലൂ ഐസ്. അപ്പൊ കണ്ണുകൾ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള കണ്ണുകളാണ്? ബ്ലൂ ഐസ്, നീല കണ്ണുകൾ. അപ്പൊ ആ നീല എന്ന് പറയുന്ന വേർഡ് കണ്ണുകൾ എന്ന് പറയുന്നതിനെ വിശേഷിപ്പിക്കുകയല്ല, ഐസിനെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ആ നീല എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവാണ്. ഞാൻ അതിൻ്റെയും തൊട്ടു മുന്നിൽ വേറൊരു വാക്ക് ചേർക്കുകയാണ്, ലാർജ്. അപ്പൊ ലാർജ് ബ്ലൂ ഐസ്, നീലക്കണ്ണുകളാണ്, അത് വലിയ കണ്ണുകളാണ്. അപ്പൊ ലാർജ് എന്ന് പറയുമ്പോൾ കണ്ണുകളെ വിശേഷിപ്പിക്കുന്നതാണ്, ബ്ലൂ എന്ന് പറയുമ്പോൾ കണ്ണുകളെ വിശേഷിപ്പിക്കുന്നതാണ്. രണ്ട് വാക്കുകൾ ഇതിന് നമുക്ക് പറയാം. ഈ ലാർജ് ബ്ലൂ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവൽ ഫ്രേസ് ആണ്, ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സംഗതിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം. ഞാനിപ്പോ ഒരു വേറെ എക്സാമ്പിൾ നിങ്ങൾ കൂടെ അത് എഴുതിക്കും. സംഗതി ഇതാണ്, സച്ചിൻ ഈസ് എ wealthy man, WEALTHY, wealthy man. സച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൽത്തി മാൻ, സമ്പന്നനായ മനുഷ്യനാണ്. ഓക്കെ, ഇതല്ലേ നമ്മൾ എഴുതിയേക്കുന്ന വാചകം? ആണ്. ഓക്കെ, സച്ചിൻ അതൊരു പേരാണ്, ഈസ് ആകുന്ന അതൊരു വെർബാണ്, മാൻ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ്. അപ്പൊ ജോൺസി വെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരു അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് ഇതിനൊന്ന് അഡ്ജക്റ്റീവ് ഫ്രേസ് ആക്കണം. അഡ്ജക്റ്റീവ് ഇതിൽ ഒന്നിലധികം അഡ്ജക്റ്റീവ് വരണം, ഇതേ അർത്ഥവും അല്ല. ഈ ജോൺസിന്റെ കയ്യിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സെന്റൻസ് കണക്ക് മാറ്റിക്കോ, കുഴപ്പമില്ല. ഇത് അർത്ഥം കിട്ടിയാൽ മതി. അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ആകുമ്പോൾ എന്ത് വേണം? ഈ ഇവിടെ ഇപ്പൊ സച്ചിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേർഡുള്ളൂ, വെൽത്തി. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഒരു അഡ്ജക്റ്റീവ് കൂടി ചേർത്ത് ഒന്നോ രണ്ടോ അഡ്ജക്റ്റീവ് കൂടി ചേർത്ത് ഒന്ന് പരിപോഷിപ്പിക്കണം. വല്ല ഐഡിയ ജോൺസിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? സച്ചിൻ ഈസ് എ ഗുഡ് ഹെൽത്തി വെൽത്ത് മാൻ. ഗുഡ് എന്ന് കൊടുക്കുമ്പോ ഗുഡ് ഹെൽത്തി. ഗുഡ് ഹെൽത്തി അല്ല, വെൽത്തി ആണ്. ഹെൽത്തി അല്ല, സമ്പന്നനായ വെൽത്തിയാണ്. ഗ്രേറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പഴേ പറയുന്നു സച്ചിൻ ഈസ് എ ഹാൻസം ആൻഡ് വെൽത്തി മാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഹാൻസം കൊടുത്ത് വെൽത്തി കൊടുത്തു. ഞാൻ അതൊന്നുകൂടി വേറൊരു രീതിയിലാക്കിയാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ഈ സെന്റൻസ് ഞാനൊന്ന് മാറ്റി ഇങ്ങനെ പറയും, സച്ചിൻ ഈസ് എ, സഹതോണ പറയുന്നു ക്രിക്കറ്റ് പ്ലെയർ സച്ചിൻ ഈസ് എ വെൽത്തി മാൻ. അപ്പോ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള സച്ചിൻ. ഓക്കെ, സച്ചിനെ വിശേഷിപ്പിച്ചു ക്രിക്കറ്റ് പ്ലെയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമ്മളിവിടെ നോക്കി ഇവിടെ പറയുന്നു സച്ചിൻ ഈസ് എ മാൻ, ഒരു മനുഷ്യനാണ്, ഓഫ് ഗ്രേറ്റ് വെൽത്ത്, ധാരാളം സമ്പത്തുള്ള മനുഷ്യനാണ് സച്ചിൻ. അപ്പൊ സച്ചിൻ ഈസ് എ മാൻ, അത്ര ആ മാനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ളതാണ്? ഓഫ് ഗ്രേറ്റ് വെൽത്ത്. ഓഫ് ഗ്രേറ്റ് വെൽത്ത്, 3 വേർഡുകളുണ്ട്. അപ്പോ ആ ഓഫ് തുടങ്ങി എവിടെ വരെ? വെൽത്ത് വരെ ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. കാരണം ആ സച്ചിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ്, ഗ്രേറ്റ് കൂടുതലായ, പിന്നെ സമ്പന്നൻ. അപ്പൊ നേരത്തെ അത് ജോൺസി പറയും ചെയ്തു, ഗ്രേറ്റ് വെച്ച് പറയും ചെയ്തു. ഓക്കെ, യെസ് കൃഷ്ണന്തു. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് ഒന്നും ആലോചിക്കേണ്ട. ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പറയുന്നു അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നു. ഇതിനെ മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കുന്നത്. ഓക്കെ, ഖദീജ ബീവി. ഓക്കെ, ഹൗ ആർ യു?
യെസ്. ഓക്കെ, അപ്പോ ആള് റിയാക്ട് ചെയ്യുന്നില്ല. അടുത്തൊരു വാചകം ഞാൻ പറയുന്നത്. The magistrate was a kind man. Magistrate was a kind man. അപ്പോ അഫ്ന, ഓക്കെ. നമുക്കിതൊന്ന് ഒരു നോക്കിയേ, എല്ലാവരും കേട്ടോ. മജിസ്ട്രേറ്റ് വാസ് എ കൈൻഡ് മാൻ. മജിസ്ട്രേറ്റ് വളരെ ദയയുള്ള മനുഷ്യനാണ്. അപ്പോ ദയയുള്ള, കൈൻഡ്, അതാണ് അഡ്ജക്റ്റീവ്. അതൊന്ന് സെന്റൻസ് ഒന്ന് മാറ്റി ഒരു അഡ്ജക്റ്റീവിൽ ഫ്രേസ് ആക്കാൻ പറ്റുമോ അഫ്ന? The magistrate was honest and kind man. Honest and kind man. ഓക്കെ. ശരി, അത് റെഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റൈൽ ഒന്ന് പിടിക്കാൻ പറ്റുന്ന നോക്കി. മജിസ്ട്രേറ്റ് വാസ് എ മാൻ. ബാക്കി അങ്ങോട്ട് അപ്പേ ഓണസ്റ്റ് ആൻഡ് ഒറ്റ വേടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. Magistrate was മജിസ്ട്രേറ്റ് വാസ് എ മാൻ. പിന്നെ ആ മാൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് ഒരു 3-2 അഡ്ജക്റ്റീവോ വരാവുന്ന രീതിയിൽ പറയാമോ? Magistrate was ദയാന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വേണം കൂടെ ചേർക്കാനാണോ? ഒരു വാക്ക് കൂടി ചേർത്തോ. ഓക്കെ. സഹദോണ. Poor, honest and kind man. ഓക്കെ. വെരി ഗുഡ്. കുഴപ്പമില്ല. നമുക്ക് അത് വേറെ രീതിയിലും പറയാം. കൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ് മജിസ്ട്രേറ്റ് പറഞ്ഞു. നമുക്ക് വേറെ മജിസ്ട്രേറ്റ് വാസ് എ കൈൻഡ് മാൻ എന്നുള്ള കൈൻഡ് ആയിട്ടുള്ള ദയാപരമായിട്ടുള്ള പ്രകൃതിയുള്ള, അത് ദയാപരമായ രീതിയുള്ള മനുഷ്യനാണ്. ഇപ്പൊ നമുക്ക് ഞാൻ പറയാം മജിസ്ട്രേറ്റ് വാസ് എ മാൻ വിത്ത് കൈൻഡ് നേച്ചർ. അതായത് കൈൻഡ്ലി നേച്ചർ, ദയയോടുകൂടിയ സ്വഭാവമുണ്ട്. കൈൻഡ്ലി നേച്ചർ. ഓക്കെ. അപ്പൊ സഹദ എന്ന് പറയുന്നു ഹാർട്ടി കൈൻഡ് മാൻ. അപ്പൊ സംഗതി പിടികിട്ടിയല്ലോ. നമ്മളൊരു അഡ്ജക്റ്റീവ് പറയുമ്പോൾ ആ അഡ്ജക്റ്റീവ് ഒരു വസ്തുവിനെ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ഒന്നിലധികം അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയാണ്? അത് അഡ്ജക്റ്റീവൽ ഫ്രേസസ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തൊരു വാചകം ഞാൻ പറയാം. I like to see എഴുതിക്കും. I like to see a smiling face. SMILING. Smiling face. FACE face. ഓക്കെ. ഇനി ഇവിടെ നോക്കി. ഞാൻ ഇഷ്ടപ്പെടുന്നു. സുധി. ഓക്കെ. ഈ സെന്റൻസ് ഒന്ന് നോക്കൂ കേട്ടോ. ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ സബ്ജക്റ്റ്, ലൈക്ക് ഇഷ്ടപ്പെടുന്നു. ഇത് ടു സീ, കാണുവാൻ. ഫേസ്, മുഖം. എങ്ങനെയുള്ള മുഖം എനിക്ക് കാണാൻ ആഗ്രഹം? സ്മൈലിംഗ് ഫേസ്. പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ് എനിക്ക് ഇഷ്ടം. യെസ്. അതിന് നമുക്ക് ആ പുഞ്ചിരിക്കുക എന്നുള്ളതിനെ നമുക്ക് പുഞ്ചിരിയോട് കൂടിയ, പുഞ്ചിരിയുള്ള എന്നൊക്കെ പറഞ്ഞൊന്ന് മാറ്റി സ്റ്റൈലാക്കാൻ പറ്റും. ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ തുടങ്ങി വെക്കാം. ഐ ലൈക്ക് ടു സീ എ ഫേസ്. ഞാനൊരു മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയുള്ള മുഖം എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ഉപയോഗിച്ച് പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. I like to see a beautiful smiling face. I like to see a beautiful smiling face. മനോഹരമായ ചിരിക്കുന്ന മുഖം കാണാനായിട്ട്. വെരി ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റ് ആണ്, പ്രശ്നമില്ല. ഇത് നമുക്ക് വേറെയും എഴുതാട്ടോ. ഇഷ്ടമുള്ള പോലെ എഴുതാം. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. Gorgeous smiling face. ഓക്കെ. തകർത്തോ. വെരി ഗുഡ്. ഓക്കെ. I like to see beautiful, gorgeous, smiling face. ഓക്കെ. വെരി ഗുഡ്. ഇനി വേറെ ആർക്കെങ്കിലും? I like to see cute, smiling face. ഓക്കെ. ജോൺസി, ശരിയാണ്. അപ്പൊ ആ ഫേസിനെ വിശേഷിപ്പിക്കുകയാണ്. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട.
ഇല്ല അതല്ല, നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഐ ലൈക്ക് ടു സീ എ ഫേസ്. ഓക്കെ സൈബ, ഓക്കെ സഹദോന. യെസ്, ഐ ലൈക്ക് ടു സീ എ ഫേസ് വിത്ത് സ്മൈൽ ഓൺ ഇറ്റ്. പുഞ്ചിരിയോട് കൂടിയ വിത്ത് സ്മൈൽ ഓൺ ഇറ്റ്. അപ്പൊ വിത്ത് ഉണ്ട്, സ്മൈൽ ഉണ്ട്, ഓൺ ഉണ്ട്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. പാർവതി പറയുന്നു ബ്യൂട്ടിഫുൾ സ്മൈലിംഗ് ഫേസ്, സ്മൈൽ ഓൺ ഇറ്റ്. ഓക്കെ, ദിവ്യ പറയുന്നു, സഹന പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒന്നിലധികം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. യെസ്, ഇനി നമ്മള് അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് പറയുക. അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച്. അപ്പൊ ക്ലോസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇതിനു മുമ്പുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള ക്ലോസുകൾ ഉണ്ട്. ഒരു ക്ലോസിന് പറയുന്ന പേര് മെയിൻ ക്ലോസ് എന്നും മറ്റൊരു ക്ലോസിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ് എന്നുമാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അതിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. ഈ ഒരു സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിള് വിവിധ പറയാൻ പറ്റും, ഒരു വാചകം പറയാൻ പറ്റും, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. അതൊന്ന് പറഞ്ഞു നോക്കിയേ. എത്തിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പറയൂ. അതൊന്ന് മാറ്റി പിടിച്ചോ. ഓക്കെ. അല്ല സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നാ പറഞ്ഞായിരുന്നു. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഓക്കെ ഓക്കെ, ശരിയാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ നീ എന്താവും? പാസ്സാവും. ഇഫ് യു വർക്ക് ഹാർഡ്. അപ്പൊ നീ പഠിക്കുകയാണെങ്കിൽ എന്ന് ഒരു ക്ലോസും യു വിൽ പാസ് എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസും. അപ്പൊ ഒന്ന് മെയിൻ ക്ലോസ് ആണ്, ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ. അഡ്ജക്റ്റീവൽ ക്ലോസ് എന്ന് പറയുമ്പോഴും അതിന്റെ അകത്തുണ്ടാവും ഒരു ഈ അഡ്ജക്റ്റീവൽ ക്ലോസ് ആയിട്ട് വരുന്ന വാചകങ്ങൾ എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം പൂർത്തിയാവില്ല. അതായിരിക്കും അഡ്ജക്റ്റീവൽ ക്ലോസിന്റെ പ്രത്യേകത, അർത്ഥം പൂർത്തിയാവില്ല. ഓക്കെ. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്ത് എപ്പോഴും ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കും. റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സംഗതിയുടെ പേര്. എപ്പോഴെപ്പോഴും ആ പേര് പറയാതെ പിന്നെ അവളെന്നോ അവനെന്നോ ഇതെന്നോ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോനൗൺ എന്ന് പറയുന്നത്. അതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നു, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്ന സംഗതി എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് അർത്ഥം പൂർത്തിയാവാത്തതായിരിക്കും. രണ്ട്, അതിന്റെ കൂടെ എപ്പോഴും ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു സൈഡിൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊണ്ട് കൊടുത്ത് റിലേറ്റീവ് പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗൺ. യെസ്, റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ള ഹെഡിങ് കൊണ്ട് എന്തൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അടിയിലടിയിൽ എഴുതിക്കോ. WHO, ഹൂ, കോമ, ഹും, WHOM, ഹും. അറിയാവുന്നവർ എഴുതുന്നുണ്ട്, അറിയാൻ പാടില്ലെങ്കിൽ എഴുതിയാൽ മതി. ഹും. അടുത്തത് ഹൂസ്, WHOSC, ഹൂസ്, കോമ, ദാറ്റ്, കോമ, വിച്ച്, കോമ, when, കോമ, where, 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 കോമ, why, WHY, why. Okay, now I will repeat it. Who, whom, whose, that, which, when, where, why. Okay, പ്രധാനമായിട്ട് വരുന്ന റിലേറ്റീവ് പ്രോനൗൺ ഇതൊക്കെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു സംഗതിയും കൂടി ആ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ കൂടെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാം. ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമുക്കറിയാം ആര് എന്ന് കൂടാതെ തന്നെ ആയ എന്ന അർത്ഥം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്, അതുകൂടാതെ തന്നെ ആയ എന്നൊരു അർത്ഥം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൂസ് ആരുടെ, ദാറ്റ് അതെന്നാണ്. പക്ഷെ എന്ന് അർത്ഥമുണ്ട്. എന്ന് അവൾ പോയി എന്ന് നീ പറഞ്ഞു. യു ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു. അവിടെ ദാറ്റ് വരും. യെസ്, ഓക്കെ. ഇതിനാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഞാനൊരു വാചകം പറയാം, അത് നിങ്ങൾ എഴുതിയെടുക്കാം. The teacher who taught to me, who taught, T-A-U-G-H-T, who taught to me English, lives, L-I-V-E-S, lives in the city. Okay. നമുക്ക് വീണ്ടും ആ വിഷയത്തിലോട്ട് വരാം. നോക്കിയേ, ദ ടീച്ചർ, ശ്രീലക്ഷ്മി ഓൺലൈനിൽ വരാൻ മൈക്ക് ഓണാക്കാൻ പറ്റുമോ? Okay. No problem. Okay, no problem. Yes. Sahana. Okay. Sahana. Sahana വന്നു. Okay. Very good. Sahana, ഇപ്പൊ ഞാൻ എഴുതിയൊന്ന് വായിച്ചു. സർ ഞാൻ പുറത്താ, എഴുതിയിട്ടില്ല, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. Okay. എന്നാ ഓക്കെ, സഹദോടൊന്ന് വായിച്ചേ. Yes, sir. The teacher who കേൾക്കുന്നില്ല? The teacher who taught me English live in the city. Okay, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ താമസിക്കുന്നത് പുറത്താ, അല്ല സിറ്റിയുടെ അവിടെയാന്ന് തോന്നുന്നു. ഓക്കെ. സഹദോണ, ഞാൻ വിളിക്കട്ടെ. നജില കടവത്ത്. യെസ് സർ. ഈ സഹദോണ പറഞ്ഞ അർത്ഥത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടായിരുന്നു? അത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ താമസിക്കുന്നത് സിറ്റിയിലാണ്. വിട്ടുപോയി. ഓക്കെ, കടവത്ത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ദ ടീച്ചർ, ഞാൻ സെന്റൻസിലോട്ട് വരാം. സഹദോണ, ദ ടീച്ചർ ഹൂ ടോട്ട് മീ, എന്നെ പഠിപ്പിച്ചതായ ടീച്ചർ. കണ്ട, ആ ഹൂ എന്ന് പറഞ്ഞ ആരുന്നല്ല, ആയ. ടീച്ചർക്ക് ജീവനുള്ളതിന്റെ പേരിലാണ് ഹൂ ഉപയോഗിച്ചത്. ജീവനില്ലാത്ത അവസ്ഥകളാണെങ്കിൽ വിച്ച് പോലുള്ളായിരുന്നു. ഓക്കെ, ഹൂ ടോട്ട് ടു മീ, എന്നെ പഠിപ്പിച്ചതായ എന്ത്, ഇംഗ്ലീഷ്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ ലിവ്സ്, താമസിക്കുന്നത് ഇൻ ദ സിറ്റി, സിറ്റിയിലാണ്. അതാണ് അതിന്റെ അർത്ഥം. ദ ടീച്ചർ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് ലിവ്സ് ഇൻ ദ സിറ്റി. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ താമസിക്കുന്നത് എവിടെയാണ്, സിറ്റിയിലാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കട്ടെ. ഇതിന്റെ അകത്ത് നമ്മള് ഒരു സംഗതി അഡ്ജക്റ്റീവ് ഫ്രേസ് കിടപ്പുണ്ട്. അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ കൂടെ റിലേറ്റീവ് പ്രോനൗൺ വരുമെന്ന് പറഞ്ഞു. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ ഏതൊക്കെയാണ് നമ്മൾ കുറച്ചു മുമ്പ് എഴുതി. അതിന്റെ അകത്തുള്ള റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഡൗട്ട് ചോദിച്ചോട്ടെ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ? രണ്ടും രണ്ടായിരിക്കും. ഇതിപ്പോ പറഞ്ഞ അഡ്ജക്റ്റീവ് ക്ലോസ് കേട്ടോ. അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ല, അഡ്ജക്റ്റീവ് ക്ലോസ്. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് നോക്കാം. അപ്പൊ നോക്കി, ഇതിന്റെ അകത്ത് റിലേറ്റീവ് പ്രോനൗൺ വരുമെന്ന് പറഞ്ഞു. ആ റിലേറ്റീവ് പ്രോനൗൺ അവിടെ വന്നിരിക്കുന്നത് ഹൂ അല്ലേ? നമ്മൾ പറഞ്ഞ ഹൂ. ഇവിടെ നോക്കാം, ദ ടീച്ചർ. പിന്നെ പറയുന്നു ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ. അത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം പൂർത്തിയാവും എന്ന് പറഞ്ഞു. സഹതോണ അർത്ഥം പൂർത്തിയാവും? ഇല്ല. അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ.
ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ആ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കും. ആ ഒരു വാചകവും ഇല്ല. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് സഹതോണം. The teacher English live in the city. ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കും. അത്ര എഴുതിയിട്ടില്ലെന്ന് വിചാരിക്കും. അല്ലാണ്ട് വായിക്കും. Who taught me ഇല്ലാന്ന് വെക്കണ്ടേ? ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് വരില്ല. Okay. The teacher lives in the city. അല്ലെ, ദ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി. അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ? ടീച്ചർ സിറ്റിയിൽ താമസിക്കുന്നു. അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. അത് മെയിൻ ക്ലോസ് ആയി. അല്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി എന്ന് പറയുമ്പോൾ അത് മെയിൻ ക്ലോസ് ആണ്. ആ മെയിൻ ക്ലോസിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇത്. ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ. അപ്പൊ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അപ്പൊ ആ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് ബാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മെയിൻ ക്ലോസ് ആയിരിക്കും. ഇപ്പൊ നേരത്തെ സഹതോണ പറഞ്ഞ പോലെ ഇംഗ്ലീഷും നമ്മൾ മാറ്റിയില്ല എങ്കിൽ ദ ടീച്ചർ ഇംഗ്ലീഷ് ലിവ്സ് ഇൻ ദ സിറ്റി എന്നാവും. അപ്പൊ തന്നെ ഒരു ഒരു കല്ല് കടിക്കണ പോലെ തോന്നുന്നില്ലേ? അർത്ഥത്തിൽ ഒരു സുഖമില്ലാത്ത പോലെ തോന്നുന്നില്ലേ? Am I right? Yes, sir. ഓക്കെ. ഇനി ഞാൻ അടുത്തൊരു വാചകം പറയാം. ആ വാചകം പറയുമ്പോൾ അത് അനുഗ്രഹ പി വി. യെസ്, വാചകം എഴുതിക്കോളൂ. അത് നമുക്ക് നോക്കാം. ദ ഗേൾ, GIR, ദ ഗേൾ whom whom I love a lot is sitting under the under the tree, TREE, tree. Okay. ഞാൻ ഇത് ഒന്നുകൂടി വായിക്കാം. അത് the girl whom I love a lot is sitting under the tree. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആ അഡ്ജക്റ്റീവ് ക്ലോസ് ഇതിനകത്ത് നിന്ന് അണ്ടർലൈൻ ചെയ്യും. ഞാൻ പറയുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇതിനകത്ത് അർത്ഥം അറിയാൻ പറഞ്ഞത് വാക്കൊന്നുമില്ല. ലോട്ട് എന്ന് പറഞ്ഞാൽ ധാരാളം, സിറ്റി ഇരിക്കുക, അണ്ടർ അടിയിൽ വേറൊക്കെ അറിയാവുന്ന വാക്കുകളാണ്. The girl whom I love a lot is sitting under the tree. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് വശം കണ്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് കിടക്കുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാണോ എന്ന് എനിക്കറിയാം. ഓക്കെ, യെസ്, അശ്വതി ബാബു. അശ്വതി, യെസ്. അപ്പൊ അശ്വതി ഇല്ല. പിന്നെ ആരാണ്? ആരെങ്കിലും ഒരാൾ വരൂ. പാർവതി. ഓക്കെ, വെരി ഗുഡ് പാർവതി. അപ്പൊ പാർവതിക്ക് ഇതിനകത്ത് അഡ്ജക്റ്റീവ് ക്ലോസ് കിടക്കുന്ന എവിടെയാണെന്ന് തോന്നിയത്? Whom I love a lot. Very good. Okay. The girl, ആ പെൺകുട്ടി, whom I love a lot, ഞാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടി, ഈ സിറ്റിംഗ് ഇരിക്കുകയാണ് എവിടെ? അണ്ടർ ദ ട്രീ, ആ മരത്തിന്റെ ചുവടെ ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പെൺകുട്ടി ആ മരത്തിന്റെ ചുവടെ ഇരിപ്പുണ്ട്. അപ്പൊ നോക്കിയേ, whom I love a lot, ആരെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് ആ കുട്ടി കേട്ടോ. whom I love lot, കൂടുതൽ സ്നേഹിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ആ whom I love lot എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. whom I love a lot എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. ബാക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, മെയിൻ ക്ലോസ് ആവണ്ടാന്ന് നോക്കിയേ. The girl, ഈ സിറ്റിംഗ്, ജോൺസി ഈ സിറ്റിംഗ് വിചാരിക്കും, ഈ സിറ്റിംഗ് അണ്ടർ ദ ട്രീ. The girl is sitting under the tree. ആ പെൺകുട്ടി മരത്തിന് ചുവട്ടിലിരിക്കുകയാകുന്നു. അതിന്റെ കൂടെ ഏതാണ് ആ പെൺകുട്ടി? ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പെൺകുട്ടി. ഓക്കെ, പിടികിട്ടിയല്ല. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. അതൊരു
ഡിപ്പെൻഡിങ് ക്ലോസ് ആയിരിക്കും. അതിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഒരു റിലേറ്റീവ് പ്രോനോ കണക്ട് ചെയ്തിരിപ്പുണ്ട്. റിലേറ്റീവ് പ്രോനോ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് അതൊന്ന് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. ഓക്കെ, ചോദ്യം ഇതാണ്. The lady dash is my auntie, A-N-T-Y, auntie. I will repeat the question. The lady dash is my auntie. ബ്രാക്കറ്റില് WHO, ഹു, WHO ഓരോരുത്തർക്കും ഓരോ രീതി ചെയ്യാം. നിങ്ങളിപ്പോ ഇവിടെ 26 പേരുടെ 26 സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദ ലേഡി, ആ ലേഡി, ആ പെണ്ണ്. ഇനി ഹൂ വെച്ചിട്ട് നിങ്ങൾ സാധനോട് ചേർക്കണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഹൂ ഈസ് വർക്കിംഗ് വിത്ത് മീ, എന്റെ കൂടെ ജോലി ചെയ്യുന്നതായ ആ ലേഡി ഈസ് മൈ ആന്റി, അതെന്റെ ആന്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്തോ. ഹൂ വെച്ചിട്ടൊരു സാധനം അവിടെ ചേർത്ത് അതാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കുന്നത്. അർത്ഥം പൂർത്തിയാകത്തില്ല. നമ്മൾ നേരത്തെ ഹൂ ഒക്കെ വെച്ചില്ലേ, ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്, ഹൂ മൈ ലവ്, അത് ഹൂ വെച്ചിട്ടൊരു സാധനം നിങ്ങളോട് സ്വന്തമായിട്ട് ചേർത്ത് നിങ്ങളുടെ ഭാവനയിൽ. അപ്പൊ ശ്രീലക്ഷ്മി പറയുന്നത് ദ ലേഡി ഹൂ ഈസ് ആൻ ആക്ട്രസ് ഇൻ ദിസ് ഫിലിം. ഓ, വെരി ഗുഡ് ശ്രീലക്ഷ്മി. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആ ലേഡി ഇല്ലേ, അത് എന്റെ ഐഡിയാണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, യെസ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ശ്രുതി പറയുന്നത് ദ ലേഡി ഹൂ ഈസ് വെയറിംഗ് റെഡ് സാരി ഈസ് മൈ വേണ്ട, ആ ഇരിക്കുന്ന പെൺകുട്ടി ചുവന്ന സാരി കൊടുത്തതില്ലേ, അതെന്റെ ഐഡിയാണ്. ഹൂ ഈസ് വെയറിംഗ് റെഡ് സാരി. വെരി ഗുഡ്. നിങ്ങൾക്ക് നല്ല കഴിവുള്ള പിള്ളേരാണല്ലോ മക്കള്, ക്ലീൻ ആയിട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ, ഒടിച്ചിങ്ങോട്ട് പോരട്ടെ, ഓരോരുത്തരുടെ സ്വന്തം തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ കൃഷ്ണേന്ദു, പാർവതി, ദ ലേഡി ഹൂ മേക്സ് ഡെലിഷ്യസ് ഫുഡ് ഈസ് മൈ ഓഫ്. ഓക്കെ, പാർവതി ഡിപ്ലോമാറ്റ്, ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പെൺകുട്ടി എന്റെ ആന്റിയാണ്. രജിമ, ദ ലേഡി ഹൂ ഈസ് റണ്ണിങ് ദാറ്റ് ഷോപ്പ് ഈസ് മൈ ഓൺ. ഓക്കെ രജില, ആ കടയിലേക്ക് ഓടി പോകുന്ന കണ്ടില്ല, അത് എന്റെ ആന്റിയാണ്. ദ ലേഡി, അടുത്ത് വായിക്കാൻ പറ്റില്ല കേട്ടാ. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. The lady who is thinking family problems is my auntie. Is my auntie കൂടി ചേർത്ത് കേട്ടോ. ആ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന പെണ്ണില്ലേ, അതെന്റെ ആന്റിയാണ്. The lady who is my class teacher is my aunt. Okay okay. The lady who is calling troublemaker, വഴക്കാളി എന്ന് വിളിക്കപ്പെടുന്ന പെണ്ണല്ലേ, ആ ലേഡി, അതെന്റെ ആന്റിയാണ് കേട്ടോ. നിങ്ങൾ നല്ല പാവനുള്ള പിള്ളേരാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സംഗതി പിടികിട്ടിയില്ലേ, എങ്ങനെയാണ് സംഭവം ശരിയാന്ന് പിടികിട്ടിയില്ലേ. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സെന്റൻസുകൾ പറയുമ്പോ ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് പറഞ്ഞോണ്ട്, അപ്പൊ അവരുടെ സംഗതി ശരിയാവുള്ളൂ. അപ്പൊ ഇപ്പൊ പറയണ ആ പയ്യൻ വന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ദാറ്റ് ബോയ് കെയിം എന്ന് പറയരുത്. ദാറ്റ് ബോയ് ഹൂ കെയിം യെസ്റ്റർഡേ, ഇന്നലെ വന്ന പയ്യനില്ലേ, അല്ല, റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി സ്റ്റൈലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് അത് മോശമായി, സ്റ്റൈല് വലിച്ചുപോയി. അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയത് വിച്ച് ഐ പ്രിപ്പയർഡ് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയില്ലേ, ആ സാധനം വിളിച്ചു പോയത് കേട്ടോ, വിച്ച്. അപ്പൊ അങ്ങനെ നമ്മളൊരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കൂ. ഇവിടെയൊക്കെ മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, യെസ്. ഇനി അടുത്തൊരു വാചകം കൊണ്ട് പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ 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 പാർവതി, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളുടെ ഭാവന ചെയ്യുന്നുണ്ട്. ദ ലേഡി ഹൂ ഈസ് വെയറിംഗ് ബ്ലൂ ടോപ്പ് ഈസ് മൈ ആന്റി. ഓക്കെ, അഫ്നാമോൾ, ദ ലേഡി ഹൂ ഈസ് HM of NSS കോളേജ് ഈസ് മൈ ആന്റി. ഓക്കെ ദിവ്യ, വെരി ഗുഡ്.
NSS കോളേജിലെ HM അത് എന്റെ ആന്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. ദ കേക്ക് CAKE, the cake dash was delicious. DELICIOUS. The cake dash was delicious. Delicious in അർത്ഥം അറിയാലോ, വളരെ ടേസ്റ്റി. കേക്ക് അല്ലേ. ഓക്കെ, ബ്രാക്കറ്റിൽ ദാറ്റ്, ദാറ്റ്. ഒരു ക്ലൂ ഞാൻ ഇടണോ, ഞാൻ പറയണോ? The cake that my mother prepared was delicious. എന്റെ അമ്മ ഉണ്ടാക്കിയ കേക്ക് that was delicious. അത് ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ 26 പേർക്കും സ്വന്തമായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങളുടേതായ ഭാവനയിൽ. നല്ല രീതി നമ്മുടെ അഫ്നാമോളും ദിവ്യൊക്കെ സൃഷ്ടിക്കുന്ന പോലെ നല്ല കളർഫുള്ളായ സെന്റൻസുകൾ ഉണ്ടാകും. ഒരേ സ്റ്റൈലല്ല, ഒരു വെറൈറ്റി പിടിക്കും. യെസ്, ഭക്ഷണം ഇട്ട് തന്നേക്കണേ, കേക്കല്ലേ, അപ്പൊ നമുക്ക് തമ്മിൽ പിടിച്ചെന്തെങ്കിലും ചെയ്യാലോ. അപ്പോ മുബഷീറ പറയുന്നു, ദ കേക്ക് ദാറ്റ് മേഡ് ബൈ ജസ്ന ഈസ് വെരി ഡിലീഷ്യസ്. ജസ്ന ഉണ്ടാക്കിയ കേക്ക് അടിപൊളിയാണ്. ഓക്കെ ഓക്കെ, യെസ്. ദ കേക്ക് ദാറ്റ് ഐ ബ്രോട്ട് യെസ്റ്റർഡേ വാസ് ഡെലീഷ്യസ്. ശ്രുതി, the cake that we were preparing yesterday from the the cake that I made yesterday was delicious. Okay, the cake that chocolate flavor was delicious. Gina, yes. The cake that mixed wine was delicious. Regina, okay. Okay, Divya. Okay, the cake that royal making was delicious. Sahadona. The cake that from mango base was delicious. The cake that made with strawberry was delicious. Okay. Leave. ഇനി ആരാണ് ഇപ്പൊ സംഗതി പിടികിട്ടിയില്ലേ? ഓക്കെ, വെരി ഗുഡ്. The cake that my own preparation was very delicious. വേറെ ആരാ സഹിക്കണ്ട, സ്വന്തമായിട്ടുള്ള സഹോദരൻ ഞാൻ ഉണ്ടാക്കിയ കേക്ക് അത് ഭയങ്കര ഡെലീഷ്യസ് ആണ്. ആ കേക്കിന്റെ ഒരു പീസ് ഞങ്ങൾക്കൊക്കെ തരിക, അപ്പൊ ഞങ്ങൾ പറയും ഡെലീഷ്യസ് ആണ് അത് കേട്ടോ. യെസ്. Okay. Yes. Ready. അപ്പൊ ഞാൻ അടുത്തൊരു സംഗതിയിലോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ പണ്ട് ചോദിച്ചിരുന്നു. അതിനകത്ത് നമ്മള് ബിയിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചത് നിങ്ങളോട്. ബിയിൽ തുടങ്ങുന്ന ഉത്തരം ബി എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ എവിടെയാണ് ചോദിച്ചു നിർത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിയിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അതെ. അത് കഴിഞ്ഞ ശേഷം ആറിൽ തുടങ്ങുന്ന ചോദിച്ചു. ആറ് ക്യാപിറ്റൽ ലെറ്റർ അല്ല, എഫ് ആയിരുന്നു ചോദിച്ചത്. എഫ് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. എപ്പോഴും അതൊന്നും ഓർമ്മയുണ്ടാവട്ടെ. എവിടെ വരെ ചോദിച്ചു എന്നുള്ളത് ഒന്ന് ഓർമ്മയുണ്ടാവണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ. ഇന്ന് ഞാൻ ചോദിക്കാൻ പോണത് ദ യങ് വൺസ് ഓഫ് ആനിമൽസ്. ഓക്കെ, അതായത് ഞാൻ കുറച്ച് ജീവികളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഓക്കെ. യെസ്. ഓക്കെ. വെരി ഗുഡ്.
അപ്പൊ ഇന്ന് ഞാൻ അപ്പൊ ചോദിക്കാൻ പോകുന്നത് എച്ച് തുടങ്ങുന്ന കുറച്ച് ചോദ്യം ഉത്തരങ്ങളാണ്. ഓൾ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ എച്ച്. എച്ച് എന്ന് പറയുന്ന ലെറ്ററിലാണ് ഇതിന്റെ ആൻസറുകളൊക്കെ ആരംഭിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, എളുപ്പമുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പിടികിട്ടുന്ന കൃഷ്ണന്റെ കേക്ക് വല്ലതും ഉണ്ട്. The cake that made with blackberry was delicious. Okay, very good, very good. കൃഷ്ണേന്ദ്രൻ കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. യെസ്, കിടക്കട്ടെ. അപ്പൊ നമുക്ക് മാർക്കൊക്കെ രേഖപ്പെടുത്തണ്ടേ? മാർക്ക് രേഖപ്പെടുത്താൻ വലിയ പാടാണ്, എന്നാലും ഞാൻ രേഖപ്പെടുത്താം. ആദ്യം പറയുന്ന ആൾക്കും ആദ്യം എഴുതുന്ന ആൾക്കും മാർക്ക് കൊടുക്കാം കേട്ടോ. യെസ്, എല്ലാവർക്കും ആൻസർ അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ആദ്യം പറയുന്ന ആള് ആദ്യം എഴുതുന്ന ആൾ. ഓക്കെ. The first question is this: the opposite of guest. Opposite of guest. നെജില കറക്റ്റ് ആണ്. അപ്പോ കടവത്തിന് കൊടുത്തിട്ടുണ്ട്. യെസ്, ആരും വേറെ ആരും പറയാത്തതുകൊണ്ട് നെജിലക്ക് എന്നെ പോയിന്റ് ഉറപ്പിച്ചിരിക്കുന്നു. ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി. അതിഥിയുടെ വിപരീതം ആതിഥേയൻ, ഹോസ്റ്റ്. കറക്റ്റ് ആൻസർ. വെരി വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. The study of cultivating gardens. ബോട്ടണിക്കാർ ആരെങ്കിലും അതുണ്ട്? ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത്? യെസ്, എപ്പോഴും ടി വിയിലൊക്കെ ഇതിന്റെ പരിപാടി ഉണ്ടാവുന്നതാണ്. കേൾക്കുന്നില്ലേ? ചോദ്യം കേൾക്കുന്നില്ലേ? ഓക്കെ. ശ്രീലക്ഷ്മി കറക്റ്റ് ആൻസർ. ഹോർട്ടികൾച്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി ഹോർട്ടികൾച്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ എഴുതുന്നതിന് നമുക്ക് 2 പേർക്ക് കൊടുക്കാം, കാരണം ടൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. എഴുതുന്ന ആദ്യത്തെ 2 പേരും പറയുന്ന ആദ്യത്തെ ഒരാൾ. ഓക്കെ. യെസ്. അടുത്തത് ചോദ്യം ഇതാണ്: ഹൗ ഡസ് എ സാന്റ, സാന്റ മീൻസ് നമ്മൾ ക്രിസ്തുമസിന് പറയുന്ന സാന്റാക്ലോസ്, ഹൗ ഡസ് എ സാന്റ ലവ്? ഹൗ ഡസ് എ സാന്റ ലവ്? മുബഷീറ ചെറിയ വ്യത്യാസമുണ്ട്. ഹോഹോന്നാണ്, എന്നാലും മുബഷീറക്കും സൈബക്കും ആൻസർ ഇത് കൊടുക്കുന്നത്. മുബഷീറ ആൻഡ് സൈബ. ഓക്കെ, 2 പേർക്കും ഒരു പോയിന്റ് തരികയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം വന്ന 2 പേർക്ക്. യെസ്, ഓക്കെ ഓക്കെ. അത് നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചേക്കണം. ഹോഹോ എന്നാണ് പിടിച്ചിരിക്കുന്ന ഒരു പറയുന്നത്. യെസ്, എ ലാർജ് 4-legged animal used for riding. A large. Okay. Nejila and Mubashira. Okay, okay. ആരാണ് പറഞ്ഞ ഫോഴ്സ് പറഞ്ഞത്? ഞാൻ. സഹതോട. അപ്പൊ നെജില നേരത്തെ വന്നിട്ടുണ്ടായില്ലേ? മുബഷിറ വന്നിട്ടുണ്ടായിരുന്നു. നെജില. ഓക്കെ ഓക്കെ ഓക്കെ. നെജില, പിന്നെ സഹതോടല്ലേ പിന്നെ പറഞ്ഞ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ പീരീഡ് ഓഫ് 60 minutes ഈസ് കോൾഡ്? അഫ്ന മോള് കറക്റ്റ് ആണ്. അഫ്ന, പിന്നെ ഫാസില, റജീന. അഫ്ന, ഫാസില, റജീന. ഓക്കെ 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 ഓക്കെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്: എ സ്വീറ്റി ഫുഡ് മെയ്ഡ് ബൈ ബീസ്. BES, ബീസ്. ഓക്കെ. അഫ്നയുണ്ട്, സൈബയുണ്ട്, റജീനയുണ്ട്. അഫ്ന, സൈബ ആൻഡ് റജീന. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അറിയാവുന്നതാണ്, സിമ്പിൾ ഫുഡ് അല്ലേ? യെസ്. അടുത്ത് നെക്സ്റ്റ് വേർഡ്, അനദർ വേർഡ് ഫോർ
another word for being truthful. TRUTHFUL. Honest. അപ്പൊ അഫ്നയാണ് ആദ്യം പറഞ്ഞത്, നെജിലയുണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്. അഫ്ന, റെജില നേരത്തെ പറഞ്ഞതല്ലേ? റെജീനയാണ് അല്ലേ? റെജീന, ശ്രീലക്ഷ്മി. നെജ്ലയാണ് സർ, റെജ്ലയല്ല. നെജ്ലയാണ്. നെജിലയാണ്. ഓ സോറി. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ഇത് മാർക്ക് നോക്കണ്ട, അത് വിട്ടുകളഞ്ഞേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tube, TUB, tube used to water something. A tube used to water something. H2O. ജോഷ്ലി, എച്ചിൽ ആരംഭിക്കണം. എച്ചിൽ H2O ആണോ സാർ? ഇതോ H2O. അല്ല, H2O അല്ലേ. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ. ഓക്കെ. റെജീന പറഞ്ഞിട്ടുണ്ട്, നെജില പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, റെജീന ആൻഡ് നെജില. ഓക്കെ. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. വെള്ളം നിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ്, അത് ഹോസ് ആണ്. ഹോസ്, HOS, ഹോസ്. ഓക്കെ. അടുത്തത്, എ ടൂൾ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. ആണോ സാർ? Hook. ഓക്കെ, സഹതോണം. നെജില, ജോഷ്നി, സഹതോണം. ഓക്കെ, ജോഷ്നി സ്കോർ ബോർഡ് ഓപ്പൺ ഉണ്ട് കേട്ടാ. ഓക്കെ. എന്താണത്? ഹുക്കാണ്. HOOK, ഹുക്ക്. യെസ്. അടുത്തത് പറയണമെങ്കിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചില്ല, ചോദ്യം ഇതിന് വലുതാണ്. A vehicle that travels over the surface of the land or water. Surface of the land and water. Supported by current, CURREN, current of air sent downwards. A vehicle that travels on water and land, supported by the current of air sent downwards. കരയിലും വെള്ളത്തിലും ഓടുന്നൊരു വാഹനമാണ്. ഓ നെജില, ശരിയായില്ല. വെള്ളത്തിന് ടോപ്പിലൂടെ പോകുന്നത്. ആ ഒരു പേരെവിടെയും കേട്ടിട്ടുണ്ടോ? സാർ തമാശയാക്കിയിട്ട് മേളിലോട്ട് വെള്ളത്തിന്റെ മേലിലൂടെ പോവാലോ, ആ രീതി പറഞ്ഞത്. വെള്ളത്തിലൂടെയും കരയിൽ, ലാൻഡിന്റെ മുകളിലൂടെ, രണ്ടിലും പോകുന്നത്. കരയിൽ കൂടി വന്നിട്ട് വെള്ളത്തിലൂടെ പോകും. യെസ്. അതിന്റെ പേരാണ് ഹോവർക്രാഫ്റ്റ്. HOVERCRAFT. രണ്ടിലൂടെ പോകുന്ന ഒരു വാഹനമാണത് ഹോവർക്രാഫ്റ്റ്. അതിന്റെ ബാക്കിലുള്ള പ്രൊപ്പല്ലർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഹോവർക്രാഫ്റ്റ്. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. യെസ്. അടുത്തത്, അനദർ വേർഡ് ഫോർ ബറോ. BURROW, ബറോ. ആ ചോദ്യം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തിലോട്ട് വരാം. അനദർ വേർഡ് ഫോർ ബറോ. ഓക്കെ. റെജീന ആൻഡ് സൈബ, ടീയിൽ തുടങ്ങുന്നത്, H തുടങ്ങണം. അപ്പോ റെജീന, ഓക്കെ. അഫ്നാമോളുണ്ട്. റെജീനയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായില്ല. അഫ്നാമോളുണ്ട് അല്ലേ? അഫ്നാമോൾ നേരത്തെ വന്നിട്ടില്ലേ? ഓക്കെ. വെരി ഗുഡ്. റെജീനയുടെ താഴെ ഒരാൾ എഴുതിയല്ലേ? കൃഷ്ണൻ വരുന്ന. ഓക്കെ. ഞാനത് പെട്ടെന്ന് പേര് കിട്ടി ഓർത്തില്ല. യെസ്, കൃഷ്ണൻ എന്തോ അല്ലേ? യെസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനോട് പറയുന്നത്, എ ടീം ഗെയിം ഇൻ വിച്ച് ദ പ്ലേയേഴ്സ് യൂസ്, ഐ വിൽ റിപ്പീറ്റ്, എ ടീം ഗെയിം ഇൻ വിച്ച് the players use curved, CURVED, curved stick. Curved stick. Hockey, sir. അഫ്നയുണ്ട്, നെജിലയുണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്. Sir, ഞാനും ഹോക്കി.
ഓക്കെ. അഫ്ന, നജില, ശ്രീലക്ഷ്മി. ഇനി ഞാനിവിടെ പറഞ്ഞാലാണ് സഹതോണയാണ്. ഓക്കെ സഹതോണ. വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം കിട്ടാൻ സാധ്യത. അപ്പൊ ഓക്കെ, ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് വായിക്കാം. മാർക്ക് നോക്കണ്ട, അത് വിട്ടേര്, ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ, തമാശക്ക് പറഞ്ഞാണ്. കടവത്ത് അതിന് നമുക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോഷ്ടിക്കും കിട്ടിയിട്ടുണ്ട് 1 പോയിന്റ്. ഫസീല 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണേന്ദുവിനും കിട്ടിയിട്ടുണ്ട് 1 പോയിന്റ്. ഇനി മുബഷീനക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൈബക്കും കിട്ടിയിട്ടുണ്ട് 2 പോയിന്റ്. ഇനി നജില അല്ല, സഹതോണയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട് 3 പോയിന്റ്. ഇനി അടുത്തത് നജിലക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. റജീനക്കും 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അഫ്നാമോൾക്ക് കൂടുതൽ 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. കിട്ടിയോളൂ, ഞങ്ങൾ 2 പേരുണ്ട്. ഓക്കെ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് മത്സരം ജസ്റ്റ് ഫോർ ഫൺ, തമാശ. നല്ല ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി നോക്കാം. അപ്പൊ അവരുടെ സാർ എന്റെ പേര് 2 തവണയാക്കിട്ട് എഴുതി. ആദ്യം പറഞ്ഞ കടവത്തും ലാസ്റ്റ് പറഞ്ഞ നെജ്ലിൻ. സോറി. ഞങ്ങള് 2 പേരോട് ടീമായിട്ട് കളിച്ചിട്ട് 5 പോയിന്റ് വരും. ഞങ്ങള് 2 പേരോട് കളിച്ചിട്ട് 6 കിട്ടിയത്. 2 പേര് കൂടി കളിച്ചിട്ട് 6 കിട്ടിയത്. അതെ. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയാ, സൗഹൃദ മത്സരമാണ്. ഇൻട്രസ്റ്റിംഗ് സാർ. നല്ല ക്വസ്റ്റ്യൻസ്, നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ. ഞാനിത് പറഞ്ഞത് കൂടെ നിങ്ങൾക്ക് ഞാൻ പറയും, നമുക്ക് വേറൊരു പ്രത്യേകത, വേറൊരാളെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവണ്ടേ. അത് ഇന്നതാണ് നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ലെങ്കിൽ വാട്ട് ഹി സെഡ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നമുക്കത് പിടികിട്ടണ്ടേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിഷയം എടുത്തിരുന്നു. ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ ഞാനൊരു വിഷയം അവിടെ പറഞ്ഞാൽ മതി, അവരപ്പൊ തന്നെ ലൈവായിട്ട് അവർക്ക് ആ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. നമുക്ക് ഇതങ്ങനെ സിലബസ് അങ്ങോട്ട് കുറച്ചും കൂടി പെൻഡിങ് എടുക്കുന്നതിന്റെ പേരിലാണ്. ഇതങ്ങോട്ട് ഒരുമാതിരി ലെവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ എടുത്തിടാം. അപ്പൊ അരമണിക്കൂർ നമുക്ക് ക്ലാസ്സും അരമണിക്കൂർ നമുക്ക് ചർച്ചയാക്കി മാറ്റാം. ഞാനൊരു വിഷയം പറയുന്നു, നിങ്ങൾ ആ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു. അപ്പൊ അടുത്താണ് അതല്ല എന്റെ അഭിപ്രായം. അത് പറയുന്ന 2-3 സെന്റൻസ് മതി. അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. ഇത് പറയുന്നു, അത് നമുക്ക് അങ്ങനെ നോക്കിയാലോ. യെസ് എന്ന് പറഞ്ഞു തന്നെ പഠിക്കണം. അല്ലാതെ നമുക്ക് ഈ സംഗതി നമുക്ക് എത്ര എഴുതാൻ പറ്റും, നമുക്ക് പറയണ്ടേ. കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളോട് പറയണ്ടേ, പറഞ്ഞെങ്കിലല്ലേ ശരിയാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. എല്ലാവരും നിങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് റെസ്പോണ്ട് ചെയ്തു. വെരി ഗുഡ് ഫോർ യുവർ കോപ്പറേഷൻ. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. താങ്ക് യു സാർ. താങ്ക് യു സാർ. Okay.